പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകം മന്ന എന്ന വചന സന്ദേശത്തിൽ നമ്മൾ ഇയ്യോബിന്റെ പുസ്തകത്തെക്കുറിച്ചാണ് ചിന്തിച്ചു വന്നത്. 4-ാം അധ്യായത്തിൽ എലിമോസിന്റെ ദർശനം വ്യാജമാണെന്നും ഇയ്യോബിനെ കുറ്റപ്പെടുത്തുന്നതും ഇയ്യോബ് ഒത്തിരി വേദനിക്കുന്നൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞെങ്കിൽ 5-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ എലിമാസ് വീണ്ടും പറയുക, ഇയ്യോബിനെ ആശ്വസിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് പറയാനിട വന്നത്. മനുഷ്യൻ കഷ്ടതയ്ക്കായി ജീവിക്കുന്നു. ഇയ്യോബ് ദൈവത്തിൽ ഉറച്ചു നിന്ന ഒരു ദൈവ മനുഷ്യനാണെന്ന് നമുക്ക് കാണാൻ കഴിയും. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വിളിച്ചു നോക്കുക, നിന്നോട് ഉത്തരം പറയുന്നുണ്ടോ? നീ വിശുദ്ധന്മാരിൽ ശരണം പ്രാപിച്ചോ? നീരസം പോഷനെ കൊല്ലുന്നു. കണ്ടോ, അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം, നീരസം പോഷനെ കൊല്ലുന്നു, മൂടനെ ഹിംസിക്കുന്നു. മൂടൻ വേരുന്നത് ഞാൻ കണ്ടു, ക്ഷണത്തിൽ അവന്റെ പാർപ്പിടം ശപിക്കപ്പെടും. യോബിന്റെ 5-ാം അധ്യായത്തില് 17-ാമത്തെ വാക്യമാണ് ഇത് താക്കോൽ വാക്യമായി നമുക്ക് കാണുന്നത്. ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, സർവശക്തന്റെ ശിക്ഷ നീ നിരസിക്കരുത്. ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പൻ തന്റെ മക്കളെ ശാസിക്കുന്നത് എന്തിനാ? നശിച്ചു പോകാനാണോ? അല്ല, അവന്റെ തെറ്റുകളും കുറവുകളും തിരുത്തപ്പെടേണ്ടതിന്. കർത്താവ് ശാസിക്കുകയാണെങ്കിൽ നീ മുഷിയരുത്, നീ വിഷമിക്കരുത്. നീ ആ തെറ്റെന്താണോ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ കൂടെ ജീവിക്കണം. എലീമാസ് ഇയ്യോബിനെ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഈ വേദനയും ദുഃഖവും പ്രയാസവും ഒക്കെ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നത് കഷ്ടതയിലൂടെ ജീവിക്കണമെന്നെല്ലാം പറയുമ്പോൾ കുറ്റപ്പെടുത്തുന്ന അതേ ആൾ തന്നെ ഏറ്റുപറയാൻ ഇടയാകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നെങ്കിൽ, ദൈവസന്നിധിയിൽ മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തി പരിഹസിച്ച് കുറച്ച് കഴിയുമ്പോൾ അവർ പറഞ്ഞത് തെറ്റാണ്, നമ്മളാണ് ശരിയെന്ന് തിരിച്ചറിയാൻ കഴിയും. ദൈവം കുറ്റം ചുമത്തുന്നില്ലെങ്കിൽ നമുക്ക് എന്തിനാ ഭയപ്പെടുന്നത്? റോമാലേഖനത്തിൽ നമുക്കൊരു വചനഭാഗം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, ഇയ്യോബിന്റെ പുസ്തകത്തെ ആസ്പദമാക്കിയാണെങ്കിൽ, കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെന്നെ കുറ്റം ചുമത്തും? ചുമത്താൻ ആള് കാണും. കർത്താവ് പക്ഷത്തുണ്ടെങ്കിൽ ചുമത്തിയത് കൊണ്ടൊന്നും ആ ഭാരം നമുക്ക് വഹിക്കേണ്ടി വരില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇയ്യോബ് നല്ല ഭക്തനായ ഒരു ദൈവ പൈതലായിരുന്നു. അവൻ ജീവിതത്തിൽ കഷ്ടം അനുഭവിക്കാൻ ദൈവം അനുവദിച്ചിട്ടാണ്. പിശാചിന് അവന്റെ ശരീരത്തെ വിട്ടുകൊടുക്കാനാണ് ദൈവം ഇടയായത്. ഇവിടെ ദൈവത്തിനു വേണ്ടി ജീവിക്കാൻ വേണ്ടി തയ്യാറായ മനുഷ്യൻ, അവരുടെ ജീവിതത്തിൽ അവനെ തന്നെ ശപിക്കുവാനും എന്തിനാ ഞാനിങ്ങനെ ജീവിക്കുന്നതെന്നെല്ലാം പറയാൻ ഇടവന്നെങ്കിലും ദൈവത്തെ ശപിക്കുവാനോ ദൈവത്തിനെതിരെ പറയുവാനോ അവൻ തയ്യാറായില്ല. ഞാൻ ഇന്ന് പറയാം, ദൈവത്തിന്റെ കൂടെ ജീവിക്കാനുള്ള ഒരു വിളി നമുക്ക് ദൈവം തന്നതാണ്. ഒരു പ്രഭാതം ദൈവം തന്നതാണ്. മക്കളെ ദൈവം തന്നതാണ്. നല്ലൊരു കുടുംബം ദൈവം തന്നതാണ്. നല്ലൊരു സാഹചര്യം ദൈവം തന്നതാണ്. നല്ലൊരു മാതാപിതാക്കളെ ദൈവം തന്നതാണ്. ദൈവം തന്നതല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെന്ന് കരുതിക്കേ. നല്ലൊരു കുടുംബത്തിൽ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചെങ്കിൽ നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെയും നടത്തിയ വിധങ്ങളെയും ഓർത്ത് നമുക്ക് ഇന്ന് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞും അവന്റെ കൂടെ നമുക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ, പ്രിയമുള്ളവരെ, ഒരു വൃക്ഷത്തിന്റെ വേര് എത്രത്തോളം ആഴത്തിലേക്ക് പോകുന്നുവോ അത്രത്തോളം ആ വൃക്ഷം ഉയരുവാൻ ഇടവരും. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ വിശ്വാസം, ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം എത്രത്തോളം ആഴത്തിലേക്ക് പോയോ
അത്രത്തോളം ആത്മാവിൽ നമ്മൾ ഉയരപ്പെടാൻ ദൈവം ഇടയാക്കും. ആരൊക്കെയാണോ കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിച്ചോ അവർ അനുഗ്രഹീതരായി മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവ് അവിടുന്ന് എഴുന്നേൽപ്പിക്കും. നല്ലൊരു പ്രഭാതം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കുറ്റപ്പെടുത്തിയവർ തന്നെ ഉയർത്തി പറയാൻ ഇടവന്നെങ്കിലും യോബ് ദൈവത്തെ മാത്രമേ നോക്കിയത്. നമുക്ക് നമ്മുടെ ദൈവത്തെ നോക്കാം. താക്കോൽ വാക്യമായ 17 വാക്യം, ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, സർവശക്തന്റെ ശിക്ഷ നീ നിരസിക്കരുത്. യോബ് തന്റെ ജീവിതത്തിൽ അത് ഏറ്റെടുത്തെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതേപോലെ ഏതെങ്കിലും വഴിയിൽ വേദനയോ വിഷമോ വന്നെങ്കിൽ സന്തോഷത്തോടെ സ്നേഹിക്കാനും സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും പ്രാർത്ഥിക്കാനും നമുക്ക് വരം വേണം. കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങളെ നയിക്കണം. കർത്താവേ, നീ മഹത്വം എടുക്കണം. നിന്റെ നാമമഹത്വത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.